ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു കളക്ഷൻ വേണോ അതോ ഗിൽഡ് ടൂർ വേണോ എന്നൊക്കെ ചോദിച്ചിരുന്നു ഞാൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ഒന്നെടുത്ത് നോക്കിയപ്പം അതിൽ ഞാൻ ഐഡിയ കാണിച്ചിരുന്നു. അപ്പം ഐഡിയ കാണിച്ചപ്പോൾ അത്രയായിട്ട് ക്ലിയർ അല്ലായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബാനർ ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ കളക്ഷൻ എനിക്ക് വേണം എന്നാണ് കൂടുതൽ ആൾക്കാരും പറഞ്ഞത്. കളക്ഷൻ കാണിച്ചു തരുന്നതാണ് കൂടുതൽ ആൾക്കാർ എന്നോട് പറഞ്ഞത്. അപ്പം നമുക്ക് കളക്ഷൻ തന്നെ കാണിക്കാം. ഒരു മിനിറ്റ്. അപ്പം നമുക്ക് ബാനർ ഒന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഐ ഡി 93 69 30 24 87. ഇതാണ് ഐ ഡി കാര്യങ്ങളും. നമുക്ക് കളക്ഷൻ കാണിച്ചു തരില്ലേ. കൂടുതൽ ആൾക്കാരും കളക്ഷൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഗിൽഡ് ടൂർ കാണിക്കാം. ഒന്ന് രണ്ട് ആൾക്കാരാണ് ഗിൽഡ് ടൂർ എന്ന് പറഞ്ഞാൽ, അധികം ആൾക്കാരും കളക്ഷൻ ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് എന്തായാലും കളക്ഷൻ എടുക്കാം. ഫസ്റ്റ് നമുക്ക് ഡ്രസ് കളക്ഷനിലേക്ക് പോകാൻ. ഏറ്റവും കൂടുതൽ ഡ്രസ് കളക്ഷനാണ് കുറവുള്ളത്. ക്യാപ്പ് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഈ ഹെയറും ക്യാപ്പായിട്ട് ഉള്ളതിൽ ഫുൾ ബണ്ടിലായിട്ട് കാണിച്ചു തരാം. ഇത് ഫുൾ ബണ്ടിലല്ല, അത് BPL ക്രിക്കറ്റിൻ്റെ ഇവൻ്റ് വന്നപ്പം കിട്ടിയതാണ്. പിന്നെ ഈ ഹെയർ അത് മാജിക് ക്യൂബ് നിർത്തതാണ് കാണിച്ചു തരാം. ഇത് മാജിക് ക്യൂബ് നിർത്തതാണ്. പിന്നെ ഈ ഹെയർ ഇത് മാജിക് ക്യൂബ് ഈ അടുത്ത് വന്നപ്പം മാജിക് ക്യൂബ് വന്നാണ് ഇതെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഗോൾഡ്, ഇത് മറ്റേ 8 ആനിവേഴ്സറിൻ്റെ ബണ്ടിലാണ്. പിന്നെ ഇത് ഹിഡൻ ഷിമ്മർ ബണ്ടിൽ, മറ്റേ ഡെയിലി ആയിട്ട് ലോഗിൻ ചെയ്ത് ക്ലെയിം ചെയ്യേണ്ട ഒരു ബണ്ടിലാണിത്. പിന്നെ നെറൂട്ടോൻ്റെ 2 ഹെയർസ് ഉണ്ട്. ഇത് ഗോൾഡ് റോയലാണ്. അത് ഗോൾഡ് റോയൽ അല്ലേ ഗൈസ്, അത് ഗോൾഡ് റോയലാണ്. പിന്നെ ഇത് 7th ആനിവേഴ്സറിൻ്റെ ബണ്ടിലാണ്. 7th ആനിവേഴ്സറിൻ്റെ ആയിട്ട് വന്ന ബണ്ടിലാണ്. പിന്നെ ഇത് റെഡ് ചില്ലി ബണ്ടിൽ, അതായത് ഒരു ഗോൾഡ് റോയൽ തന്നെയാണ്. എപ്പോഴത്തെ എനിക്ക് ഓർമ്മയില്ല, ഒരു ഗോൾഡ് റോയൽ തന്നെയാണ് ഇതും. ഇതിൻ്റെ ഫുൾ ബണ്ടിലിൻ്റെ അടുത്തില്ല, ഇതൊരു ഹെയർ ആയിട്ട് കിട്ടിയാണ്. പിന്നെ ഇതില്ല, ഇതിൻ്റെ ഫുൾ ബണ്ടിലും ഇല്ല. ഇതിൻ്റെ ഫുൾ ബണ്ടിലും ഇല്ല. പിന്നെ ഇതിൻ്റെ ഫുൾ ബണ്ടിൽ, ഇതിൻ്റെ ഫുൾ ബണ്ടിലുണ്ട്. ഇത് ഡ്രോപ്പ് 9 റുപ്യക്ക് കിട്ടുമ്പോൾ ഡ്രോപ്പ് എടുത്താണിത്. പിന്നെ ഇതിന് ഫുൾ ബണ്ടിലുണ്ട്. ഇതാണ് ഫുൾ ബണ്ടിൽ. ഇതിൻ്റെ ഫുൾ ബണ്ടിൽ ഇത് വലിയ സുഖം, വലിയ ബണ്ടിൽ, വലിയ രസമുള്ള ബണ്ടിലൊന്നുമല്ല. പിന്നെ ഇതിലങ്ങനെ റയർ അങ്ങനെ അടിപൊളി ബണ്ടിലൊന്നും പറയേണ്ടതില്ല. അങ്ങനെയാണ് പിന്നെ കാര്യങ്ങളൊക്കെ. പിന്നെ മാസ്കിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഫ്രീ ആയിട്ട് കൊടുത്താണ് ഈ അടുത്ത്. പിന്നെ ഈ ഹെൽമെറ്റ് ഉണ്ട്. ഈ കരടിൻ്റെ ബണ്ടിലുണ്ട്. ഇത് ഫ്രീ ആയിട്ട് കൊടുത്താണ്. പിന്നെ ഓക്കെ, ഇത് ഫുൾ ബണ്ടിലിൻ്റെ അടുത്തില്ല, കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. ഈ രണ്ട് മാത്രമേ ഉള്ളൂ. ഫുൾ ബണ്ടിലിൻ്റെ അടുത്തില്ല. ഇത് ബൂയ പാസ്താണ്. പിന്നെ ഫുൾ ബണ്ടിലായിട്ടുള്ള തുങ് സാഹോർ ഇത് ഫ്രീ ആയിട്ട് കൊടുത്താണ്. പിന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് സ്ക്വിഡ് ഗെയിമിൻ്റെ ബണ്ടിലാണ്. ക്യാരക്ടർ കാണിച്ചു തരാം. കേട്ടത് ഇതാണ് ആ ബണ്ടിൽ, സ്ക്വിഡ് ഗെയിമിൻ്റെ ഈ ബണ്ടിൻ്റെ അടുത്ത്. പിന്നെ അങ്ങനെ പറയാനായിട്ട് മുകളിൽ പ്രത്യേകിച്ച് കളക്ഷനായിട്ട്. പിന്നെ ഗൺ കളക്ഷൻ എൻ്റെ അടുത്ത് അത്യാവശ്യത്തിനുണ്ട് കേട്ടോ, എനിക്കുള്ളതായിട്ട്. പിന്നെ ഇമോട്ട് കളക്ഷൻ ആണെങ്കിൽ ഇത് ഹീറോയ്ക്ക് അടുത്ത് കിട്ടുന്നത് ഫ്ലാഗ് ഇമോട്ട് ഗിൽഡിൻ്റെ. ഇതൊരു കസിൻ എനിക്ക് ഡ്രോപ്പിന് പൈസ നമുക്ക് ഡ്രോപ്പ് എടുത്താണ്. അതിന് കുറച്ച് ഡയമണ്ട് ബാക്കിയുണ്ടായപ്പോൾ എടുത്താണ്. ഇത് ഫ്രീ ആയിട്ട് എടുത്ത റിമോട്ട്, ഇതും ഫ്രീ ആയിട്ട് എടുത്തതാണ്. ഇത് നെറൂട്ടോ ഇവൻ്റ് കറക്കി എടുത്താണ്. പിന്നെ അത് 2 വട്ടം ഹീറോയ്ക്ക് അടിച്ച് കിട്ടുന്നതാണ്. 2 വട്ടം ഹീറോയ്ക്ക് അടിച്ച് കിട്ടുന്നത്. പിന്നെ ഇത് അതേമാതിരി കഴിഞ്ഞ വർഷത്തെ 2024 ഇത് 2025 ഇത് ഹീറോയ്ക്ക് അടിച്ചിട്ട് എടുക്കണേ. ഇത് പെർമനൻ്റ് അല്ല, ഓണറബിൾ മെൻഷൻ്റെ ആണ്. ഇതും പെർമനൻ്റ് അല്ല, ഇത് എടുക്കാൻ അയക്കണം എനിക്ക്. പിന്നെ ഈ നമസ്തേ മോട്ടും. പിന്നെ ഇതൊന്നും എൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ സ്കിന്നായിട്ട് പറയാനുള്ളത് ഈ ടെറ്റ്സുവേൻ്റെ ഇത് ഫ്രീ ആയിട്ട് കൊടുത്താണ്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതുണ്ട്, ഇതുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ കളക്ഷനായിട്ട് ബാക്ക് പാക്ക്, ഇത് ഫെയ്ഡഡ് വീലാണ്. ഇതൊക്കെ ഫ്രീ ആയിട്ടാണ് തോന്നുന്നത്. ഇത് ഫെയ്ഡഡ് വീല് കറക്കിയെടുത്താണ് ഇത്. പിന്നെ ഇതൊക്കെ തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് കളക്ഷൻ ഞാൻ ഓടിച്ച് കാണിച്ചു തരാം. കുറച്ചൊന്നും പറഞ്ഞിട്ടുള്ളൂ. ഇനി ലൂട്ട് ബോക്സ് ആണെങ്കിലും വെയിറ്റ് ബാക്ക് പാക്ക് ഒന്ന് മാറി. ലൂട്ട് ബോക്സ് ആണെങ്കിൽ സ്ക്വിഡ് ഗെയിമിൻ്റെ ഉണ്ട്. പിന്നെ ഇത് റാമൻ, ഇത് ബോയ പാസ്താണ്. ഇതും ബോയ പാസ്റ്റാണ് തോന്നുന്നു. ഇത് ദീപാവലി ഇവൻ്റ് ആയിട്ട് വന്നതാണ്. ഇതും ദീപാവലിയിലായിട്ട് വന്നതാണ്. ഇത് ഷിമ്മറിൻ്റെ കൂടെ വന്നില്ല, മറ്റേ ബണ്ടില്ലേ, ഈ വെള്ള ബണ്ടിലില്ലേ,
ഇവിടെ ഈ ബണ്ടിലില്ലേ ഹിഡൻ ഷിമ്മർ ബണ്ടിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൂടെ വന്നിട്ടോ തോന്നുന്നത് അതാണ് അതിൻ്റെ കൂടെ വന്നാണ് ഈ ലോഡ് ബോക്സ്. പിന്നെ ഇത് റമലാൻ്റെ ഇവൻ്റായിട്ട് ഒന്നാണ്. ഇത് നെറൂട്ടോ കൊളാബറേഷനിൽ ഒന്നാണ്. പിന്നെ കുറച്ച് അങ്ങോട്ട് ഇതും അതേമാതിരി ആ ഫുട്ബോളിൻ്റെ കൂടെ വന്നു തന്നെയാണ്. അല്ല ഇത് BPL ആ ക്രിക്കറ്റിൻ്റെ ഇവൻറ്റിൽ ഒന്നാണ്. പിന്നെയൊക്കെ ചറപ്പറ ഗോൾഡ് റോയലൊക്കെ ഉണ്ട്. പിന്നെ പാരച്ചൂട്ട് അറിയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് 4 ഹീറോയ്ക്ക് അടിച്ചിട്ടൊന്നും ഇത് 4 ഹീറോയ്ക്ക് അടിച്ചത് 2024 2025. പിന്നെ സ്കേറ്റ് സർഫ് ബോർഡായിട്ട് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതുണ്ട്, ഇതൊക്കെ ബോയ പാസ്താട്ടും. ഇതാണ് എനിക്ക് കുറച്ച് ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ചറപ്പറ ഉള്ളതൊക്കെ. പിന്നെ വെഹിക്കിളായിട്ട് ഇത് ഗോൾഡൻ ക്രൂണൽ ലെവൽ പ്രൈം 2 ആയിട്ടുള്ളവർക്ക് ഫ്രീ ആയിട്ട് കൊടുത്താണിത്. ഇതും ഫ്രീ ആണ്. ഇത് ഇതാണ് ഗിൽഡിൽ നിന്ന് എടുക്കുന്നതാണ് ഇത്. പിന്നെ ഇതും ഇതാണുള്ളത്. ഇതെനിക്ക് ഭയങ്കര ഇത് കുറച്ച് രസമാണ്. ഇത് വലിയ ചളിയാണ്. പിന്നെ ഇത് പുഷ്പൻ്റെ മോൺസ്റ്റർ ട്രക്കാണ്. പിന്നെ ഓറോറിന് ഉണ്ട്. പിന്നെ ഇതുണ്ട്, ഇത് ദീപാവലിൻ്റെ ആണ് തോന്നുന്നു. ഇതും ഉണ്ട്, ഇത് ഗോൾഡ് റോയൽത്താണ്. പിന്നെ ഇതായിട്ട് ഇതുണ്ട്. ഇത് 2 സ്കിന്നാണ് എടുത്തുള്ളത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ജീപ്പിന് 3 സ്കിന്നുണ്ട്. ഇതും ഇത് 8 ആനിവേഴ്സറിനായിട്ട് വന്നത്. ഇത് ഗിൽഡിലുള്ളത് ഗോൾഡ് റോയൽ. പിന്നെ ഇതിന് സ്കിന്നില്ല. ഓട്ടോറിക്ഷയ്ക്ക് ഇത് ദീപാവലിൻ്റെ ആണ്. പിന്നെ ഇത് പിന്നായിട്ട് എനിക്കിത് 2 മാത്രമേ ഉള്ളൂ. ഞാൻ 8 ആനിവേഴ്സറിന്. പിന്നെ അവതാർ കുറേ ഉണ്ട്. അവൻ്റെ ക്യാരക്ടറാണ് കൂടുതലുള്ളത്. ബാനറും അറിയാൻ കുറേ ഉണ്ട്. ഇത് ഉപയോഗിക്കുന്നത് മാത്രമാണ്. പിന്നെ അതേഴ്സ് നോക്കാൻ ടോക്കൺസ് ആണ്. പിന്നെ ഇത് റെയർ ആയിട്ടുള്ള ടോക്കൺ. ഇത് എന്തിനു വന്നാന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയും. ഇത് കണ്ട് ക്യാഷ് എന്ന് പറഞ്ഞുള്ളത്. ഇത് എന്തിനു വന്ന ടോക്കണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ കമൻറ്റ് ചെയ്യും. എനിക്കറിയില്ല ഇത് എങ്ങനെ എൻ്റെ അക്കൗണ്ട് വന്നാൽ എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയാണ്. പിന്നെ ഇത് സാഫ്കേൻ്റെ ബോയ പാസ് അങ്ങനെയൊക്കെയാണ്. നമുക്ക് നേരെ ഗൺ കളക്ഷനിലേക്ക് പോവാം. അപ്പം വെപ്പണിലെടുത്ത് തരാം. M41 പറയാൻ എൻ്റെ അടുത്ത് ഈ സ്കിന്നാണ്. ഇത് 6 വട്ടം ഹീറോയ്ക്ക് അടിച്ച കിട്ടുന്ന 2025 M41. ഇത് ടൈമിങ്ങിന് ഇട്ടാണ് ബോയ പാസ്സാണ്. എനിക്കിതാണ് ഇഷ്ടം. കാണാൻ സമയത്ത് ഡബിൾ ആക്യുറസി കുഴപ്പമില്ലാത്ത സ്കിന്നാണ്. പിന്നെ സിംഗിൾ ആർമർ പെൻട്രേഷൻ ഉണ്ട്. വെസ്റ്റൊക്കെ സിംഗിളായിട്ട് പൊട്ടിക്കാൻ പറ്റും. പിന്നെ AK ഇത് ഡ്രോപ്പ് എടുത്താണ് ഡബിൾ ഡാമേജ്. ഇത് നല്ല അടിപൊളി സ്കിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ചിട്ടാണ് ഞാൻ ആക്കിയത്. പിന്നെ ബബിളൊക്കെ ഉണ്ട്, വാട്ടർ ബലൂണൊക്കെ ഉണ്ട്. പിന്നെ ഈ ആക്കിയൊക്കെ ഉണ്ട്. ഞാൻ ഇത് യൂസ് ചെയ്ത് നല്ല കാണാൻ അടിപൊളി. ഇത് കാണാൻ രസമായിരിക്കും, പക്ഷെ നല്ല പവർ ഉണ്ട്. പിന്നെ സ്കാർ ഇത് മാത്രമേ ഉള്ളൂ, ഫ്യൂർ സ്റ്റിക്കറും. പിന്നെ ഗ്രോസൊക്കെ ഇതന്നെ ഉള്ളൂ, ഡബിൾ റേഞ്ചിൻ്റെ ഗ്രോസ്. റേറ്റ് ഓഫ് ഫയർ മൈനസ് ആണ്. ഇതൊരു ലോട്ടർ സ്കിന്നാണ്. പിന്നെ ഫമാസ് പറയുന്നത് ഇതാണ് എൻ്റെ. ഇതൊരു റമദാൻ്റെ ഇവൻറ്റിൽ വന്ന ഇതായിരുന്നു. അങ്ങനെ ഞാൻ കറക്കിയെടുത്താണ്. പിന്നെ ഇതൊക്കെയുള്ള ഇത് അടിപൊളി സ്കിന്നാണ്. ഇത് വെച്ചിട്ട് ഞാൻ വെപ്പൺ ഗ്ലോറി കയറിയത്. എക്സമേറ്റ് സ്കിന്നില്ല. ഇതിന് ടൈമിങ്ങിനാണ് ഞാൻ വെറുതെ ടച്ചാണ്. ഇതാണ് ശരിക്കും ഉപയോഗിക്കലുള്ളത്. ഇത് വെപ്പൺ റോയൽ ഒന്നിന്. പിന്നെ ഇത് പ്ലാസ്മക്ക്, ഇത് റോഗിന്, ഇത് പാരഫലിനൊന്നും അങ്ങനെ അടിപൊളിയായിട്ട് പറയാം. ഇത് ടൈമിങ്ങിനാണ്. ഞാൻ ഇതാണ് ഉപയോഗിക്കൽ. ഇതൊക്കെയാണ് ഉപയോഗിക്കൽ. ഇത് ടൈമിങ്ങിനുണ്ടായിരുന്നു, ഇപ്പോൾ വെറുതെ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ കിങ് ഫിഷർ ഇതന്നെ ഉള്ളൂ. G36 2 സ്കിന്നാണ് അതുള്ളത്. ഇത് സീസണിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇതും അതേമാതിരിയാണ്. ഇതും സീസണിന് വന്നാണ്. പിന്നെ ഇതും സീസണിന് വന്നത്. ഇത് സീസണിന് വന്നാണ്. അങ്ങനെ കുറേ സീസണിന് വന്നതായുണ്ട്. G36 ഒരു സീസണാണ്. ഇത് 8 ആനിവേഴ്സറിയായിട്ട് ഫ്രീ ആയിട്ട് കൊടുത്താണ്. പിന്നെ മാർക്ക് റൈഫിളൊക്കെ ആണെങ്കിൽ ഇത് ഗോൾഡ് റോയലാണ്. അല്ല, വെപ്പൺ റോയലാണ്. മാറിപ്പോയി, സോറി. ഇതും SVD വെപ്പൺ റോയലാണ്. ഇതും വെപ്പൺ റോയലാണ്. ഇത് മിഷൻസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഏഷ്യാറ്റിക്ക് ഇതെന്തിനാന്ന് ഇത് ഞാൻ മറന്നു കിട്ടും. നമുക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യും. പിന്നെ മെഷീൻ ഗണ്ണിൽ 2 സ്കിന്നാണ് എനിക്ക് ആകെ ഉള്ളത്. അത് 2 M249 2 പെർമനൻറ്റ് സ്കിന്നാണ്. ഞാൻ ഇതാണ് ഉപയോഗിക്കൽ. ഇതാണ് സിംഗിൾ റേറ്റ് ഓഫ് സിംഗിൾ ആക്യുറസി. ഇത് സിംഗിൾ റേഞ്ചും സിംഗിൾ മൂവ്മെൻറ്റ് സ്പീഡാണ് ഞാൻ അത് ഉപയോഗിക്കൽ. പിന്നെ M60ക്കും കുറഞ്ഞ സ്കിന്നില്ല. സബ് മെഷീൻ ഗണ്ണിലാണെങ്കിൽ UMP ശരിക്കും ഞാൻ ഉപയോഗിക്കാൻ സ്കിൻ ഇതാണ്. പക്ഷേ ഇത് ഡബിൾ ഡാമേജ് നല്ല അടിപൊളി സ്കിന്നാണ്. ഇതിലേക്ക് ഗൺസ്മിത്ത് ചെയ്താണ് ശരിക്കും ഇതാണ് ഉപയോഗിക്കുന്ന സ്കിന്ന്. പിന്നെ ബോയൻ്റെ ഉണ്ട്, പിന്നെ സീസണിൻ്റെ ഉണ്ട്. ബോയൻ്റെ ഡബിൾ ആക്കർസ് കുഴപ്പമില്ലാത്ത സ്കിന്നാണ്. ഇത് ഡബിൾ റേഞ്ച് സിംഗിൾ റേറ്റ്. ഇത് അടിപൊളി സ്കിൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ക്രാഫ്റ്റ്ലാൻഡ് കളിച്ച് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഇത് ഡ്രോപ്പ് നിർത്താവുന്നു. പിന്നെ ഇത് എവോ MP5 ലെവൽ 2 ആണ്. ഇതൊന്ന് നമുക്ക് ലെവൽ 4 ആക്കിയിട്ടാണ്. സിംഗിൾ ഡാമേജ് സിംഗിൾ റേറ്റ് ഓഫ് ഫയറും ആണ്. പിന്നെ ഈ അച്ചീവറിൻ്റെ MP5 ഉണ്ട്. പിന്നെ ഈ MP5 മറ്റേ
കളിച്ചുണ്ടാക്കുന്നത്. പിന്നെ ഡബിൾ ആക്രോസിൻ്റെ സ്റ്റാർ സോൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കിന്നുണ്ട്, ഇത് അടിപൊളിയാണ്. പിന്നെ VFXന് സ്കിന്നില്ല. MP40ക്ക് ഞാൻ ഇതാണ് ഉപയോഗിക്കൽ. ഇത് ഗൺസ്മിത്ത് ഇത് മാറിപ്പോയതാണ്, കാണിച്ചു തരാം. നമുക്ക് ഇത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ഉപയോഗിക്കൽ. ഇതാണ് ഗണ്ണിൻ്റെ പവർ, ഡബിൾ ഡാമേജിൻ്റെ ഇത്. എന്നിട്ട് ഇതിനായിട്ട് ഗൺസ്മിത്ത് ചെയ്യലാണ്. പിന്നെ P90ക്ക് ഇതാണ് ഉപയോഗിക്കൽ. ഇതുണ്ട്. ഇത് എന്താണ്, ഇത് അച്ചീവ്മെൻറ്റ്സിന് കിട്ടാവുന്നതാണ്. ഇത് മിഷൻസ് കാണുന്നു. ഇതിന് സ്കിന്നില്ല. തോംസൺ ആവട്ടെ സ്കിന്ന് സീസൺഡ് ആണ്. മാക്ടോൻ്റെ 2 സ്കിന്ന്, ഇത് സീസണിൻ്റെയും ഇത് ഫ്രീ ആയിട്ട് കൊടുത്താണ്. ബൈസണിന് 2 സ്കിൻ, ഇത് പെർമനൻ്റ് അല്ല, ഇത് പെർമനൻ്റ് ആവാനായിരിക്കും, കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ഞാൻ ഉപയോഗിക്കുക സീസണിൻ്റെ. പിന്നെ ഷോർട്ട് ഗണ്ണ് വരികയാണെങ്കിൽ M10 3 സ്കിന്ന്, ഇത് ഡബിൾ മാഗസിന് സിംഗിൾ ഡാമേജാണ്. ഇത് നല്ല അടിപൊളി സ്കിന്നാണ്. ഇതിന് 8 ഉണ്ടാവും, അതാണ് ഇതിൻ്റെ ഡബിൾ മാഗസിൻ ആണെങ്കിൽ. പിന്നെ അത് സീസണിൻ്റെതും. ഇത് പിന്നെ ഗോൾഡ് വെപ്പൺ റോയലാണ്. ഇത് ഈ അടുത്ത് ഇപ്പോഴുള്ള വെപ്പൺ റോയലാണിത്, സ്പാസ്. ഇത് ഡബിൾ ഡാമേജ് നല്ല അടിപൊളി സ്കിൻ തന്നെയാണ്. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. ഇത് ഡബിൾ ഡാമേജ് സ്പാസ്. ഇത് ഞാൻ ഡ്രോപ്പ് നിർത്താവുന്നത്. എമ്മേറ്റിക്ക് സ്കിന്നില്ല. മാഗന് 2 സ്കിന്നുള്ളത്. ഇത് ആ ഷിമ്മറിന് മറ്റേ വെള്ള കണ്ടില്ലേ, ഹിഡൻ ഷിമ്മർ വന്നിട്ട് അതിൻ്റെ കൂടെ ഉള്ളതാണ്. ഇത് വെപ്പൺ റോയലാണ്. ഇതാണ് ഞാൻ ഉപയോഗിക്കല്. അതിനൊന്നും സ്കിന്നില്ല. സ്നൈപ്പറിൽ AWMന് ഇതും ഉപയോഗിക്കലുണ്ട്, ഇതും ഉപയോഗിക്കലുണ്ട്. ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം. ഇത് ഞാൻ ഗൺസ്മിത്ത് ചെയ്യണമല്ലോ, അതാകുമ്പോൾ കാണാനും മറ്റേത് ഇതിൻ്റെ ഗുണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇത് 9 ഉണ്ടാവും. ഇതിന് കേട്ടോ 9 ഉണ്ടാവും. ഇതിന് ഡബിൾ റീലോഡ് സ്പീഡാണ് ഇതിനുണ്ടാവുക. എന്നാണ് ഞാൻ അങ്ങനെ ചെയ്ത് കാണാൻ. പിന്നെ ഇതൊരു ആക്റ്റീവ് സ്കിൻ അല്ലേ. പിന്നെ കാണാൻ ഇതിൻ്റെ സ്കിന്നില്ല. M2Vക്ക് ഇതുള്ളത്. M24ന് ഈ 2 സ്കിന്നുള്ളത്. ഇത് വെപ്പൺ റോയലും ഇതും വെപ്പൺ റോയലിൽ പവറില്ലാത്ത സ്കിന്നിട്ട് ഒന്നാണ്. ഇത് വെപ്പൺ റോയൽ മെയിൻ സ്കിൻ ഒന്നാണ്. ഇതൊന്നും സ്കിന്നില്ല. പിസ്റ്റലിന് നോക്കുകയാണെങ്കിൽ SRTകളിലും USPക്കൊന്നും സ്കിന്നില്ല. G8ക്ക് ഇത് ഫ്രീ ആയിട്ട് മറ്റേത് കളിച്ചെടുക്കണതാണ്. ഇതും ഫ്രീ ആയിട്ട് ഇട്ടുന്നതാണ്. ഇത് പെർമനൻ്റ് അല്ല, കുറച്ച് ദിവസത്തിന് കഴിഞ്ഞൊരു 9 ദിവസം കൂടി ഉണ്ടാവുള്ളൂ. ഇതിനൊന്നും സ്കിന്നില്ല. പിന്നെ അതിനൊന്നും സ്കിന്നില്ല. പിന്നെ മിലി നോക്കുകയാണെങ്കിൽ പാനി അതാ ഉപയോഗിക്കുക. ഇത് റമദാൻ്റെ ഇവൻ്റാണ്. പിന്നെ ഇതുള്ളത് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ ഇത് പുഷ്പൻ്റെ കൊളാബറേഷനിൽ ഒന്നാണിത്. പിന്നെ ഇത് എങ്ങനെയാണെന്നൊക്കെ ഓർമ്മയില്ല. ഇത് ബ്ലൂ ഇവൻ്റ് എന്തോ കാണുമെന്ന്. ഇത് FFWXൻ്റെ 2021 സ്പ്രിങ്ങിൽ വന്നതാണ്. ഇത് ഓറോറൻ്റെയും ഇത് റയർ സ്കിൻ എന്തോ ആൾക്കാർ പറഞ്ഞു കേട്ടിന്, അറിയില്ല. ഞങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യും. ഞാൻ ഇതാ ഉപയോഗിക്കല്. പിന്നെ ബാറ്റിൻ്റെ സ്കിൻ ഇതുണ്ട്. ഇത് റെയിൽവേ സിഗ്നൽ. ഇത് 8 ആനിവേഴ്സറിലായിട്ട് വന്നതാണ്. പിന്നെ ഇതാ നമ്മളെ പത്തിരിക്കോയിലുണ്ട് ഗൈസ്, പത്തിരിക്കോയിൽ. പിന്നെ ഇതാ ഗിറ്റാറിൻ്റെ ബാറ്റ്, ക്രിക്കറ്റ് ബാറ്റ്. പിന്നെ അതാ ഈ ബാറ്റും ഉണ്ട്. ഞാൻ ഇതാ ഉപയോഗിക്കല്. കട്ടാനൊക്കെ ആ ഒരു സ്കിന്നുള്ളൂ. ഇത് ഇപ്പം കൊടുത്തതാണ്. പണ്ടത്തെ ഓൾഡ് ലൈറ്റിൽ എന്തോ വന്നേനി, ഇപ്പോൾ കോളഞ്ഞാക്കി റയർ സാധനേനി. പിന്നെ ഇതാ സ്കൈത്തിന് ഇതും. ഇത് ഹോളിക്ക് വന്നാണ്. പിന്നെ ഇത് അച്ചീവറിൻ്റെ ഉണ്ട്. നൈഫായിട്ടുള്ളത് നമ്മൾ നെറൂട്ടോ കൊളാബറേഷൻ വന്ന കുണൈ നൈഫ്സ് ആണ് ഉള്ളത്. കുണൈ നൈഫ്സ്. പിന്നെ ഫിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫിസ്റ്റിക്ക് സ്കിന്നില്ല. ഫിസ്റ്റിന് ഗ്രനേഡ് നോക്കുകയാണെങ്കിൽ 8 ഗ്രനേഡുള്ളത്. ഇതൊക്കെയാണ് ഗ്രനേഡ്. ഓടിച്ച് കാണിച്ചു തരാം. ഇത് ഗ്രനേഡൊന്നും ഇങ്ങനെ ഉപയോഗിക്കില്ല ഞാൻ അത്ര ഇതായിട്ട്. എനിക്ക് പിന്നെ പൂവിൻ്റെ കുറച്ച് ഇഷ്ടം കേട്ടോ, പൂവിനെ തുറന്നു തന്നെ. പിന്നെ ഇതൊരു മീൻ ചാടി വരുന്നുണ്ട്. ഇതാണൊന്ന് മീൻ അതന്നെ. സ്മോക്ക് ഗ്രനേഡ് സ്കിന്നിൽ 7 ഗ്ലൂവാനുള്ള സ്കിന്നുള്ളത്. ഇതുണ്ട്. പിന്നെ ഇത് പെർമനൻ്റ് ആവാനായിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്. ഇത് 8th ആനിവേഴ്സറി. ഇത് ഒരു ഗോൾഡ് റോയൽ വന്നേനി, അതിലുള്ളതാണ്. പിന്നെ ഇതാ ഒരു എന്തേനി, ഇത് 60,000 ഡാമേജ് കൊടുത്തിരിക്കണ ഗ്ലൂ വാളറ്റാണ് ഇതും. പിന്നെ ഇതാ ഈ വണ്ടീൻ്റെ ഇതാണ് എൻ്റെ അടുത്ത്. ഞാൻ ഇതാ ഉപയോഗിക്കൽ. ഇത് മിഡ്നൈറ്റ് ഡേയ്സിൻ്റെ നല്ല അടിപൊളി ഗ്ലൂ വാളേനി. ഞാൻ അത് വെച്ചിട്ട് ഇതിന് മാത്രം സ്കിന്നുള്ളൂ, ഒറ്റച്ച് പറഞ്ഞു വേണ്ടി. പിന്നെ വോൾട്ടിന് ഒരു പാൻറ് ഞാൻ കാണിച്ചു പറഞ്ഞു. ഞാൻ കാണിച്ചില്ലേ ഒരു ഗ്ലൂ വാൾ കാണിച്ചത്, ഈ പന്നീൻ്റെ മരത്ത് ഇപ്പോൾ പൊട്ടാഫ്സത്തായിട്ട് അതിൻ്റെ പാൻറ്റാണ് ഇട്ടത്. പിന്നെ അങ്ങനെ ചില്ലറ പാൻറ് നോക്കൊണ്ടുണ്ട്. വൈറ്റ് ട്രൗസർ. ഇതെന്തിൻ്റെ തൈൻ്റെ. പിന്നെ ഇതാ ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഷൂ അറിയാനാണെങ്കിൽ ഷൂ ഇത് സോളാറിൻ്റെ ഷൂ ആണ്. പിന്നെ ജിറായ ഉണ്ട് എൻ്റെ കയ്യിൽ. ജിറായൻ്റെ വണ്ടിയിലുണ്ട്. നെറൂട്ടോയിൽ ഫ്രീ ആയിട്ട് എടുത്ത് കാണിക്കാൻ പറഞ്ഞതാണ്. ഇത് റണ്ണിങ് ഷൂ പറഞ്ഞിട്ടുണ്ട്. കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഫുൾ ബണ്ട് തന്നെ ഉള്ളൂ. അങ്ങനെ ചില്ലറ കളക്ഷൻസാണ് എൻ്റെ അടുത്തുള്ളത്. ഞാൻ ബണ്ടിലൊന്ന് റെഡിയാക്കി വെക്കട്ടെ.
എൻ്റെ കളക്ഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. 5 എത്ര മാർക്ക് നിങ്ങൾ എൻ്റെ എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ കൊടുക്കും പറയും. ഞാൻ MP5 കൈ പിടിക്കട്ടെ. എവോ ആയിട്ടൊരു ഗൺ സ്കിന്നുള്ളൂ. ഇനി എവോ എവോ ആയിട്ട് ഒറ്റ സ്കിന്നുള്ളൂ. MP5 എവോ ആയിട്ട് ആകെ ഒറ്റ സ്കിന്നുള്ളൂ. ഇനി കുറച്ച് അധികം ടോക്കൺ വേണം. 60 ടോക്കൺ ആയി ലെവൽ 3. പിന്നെ ലെവൽ 4 ആക്കും എന്തായാലും നമ്മൾ. അതായത് അതിൻ്റെ പവർ കുറച്ചെടുക്കാൻ ഡബിൾ ഡാമേജ് കിട്ടും. പിന്നെ അതൊക്കെ തന്നെയാണ് എൻ്റെ കളക്ഷനായിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ കുറച്ച് അടുത്ത വീഡിയോയിൽ നമ്മൾ ഗിൽഡ് ടൂർ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഇനി അടുത്ത ഇവൻറ്റിൽ അടുത്തായിട്ട് നമ്മൾ ഗിൽഡ് ടൂർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം കമൻറ്റ് ചെയ്യുക ഗിൽഡ് ടൂർ കഴിഞ്ഞിട്ട് എന്തായിരിക്കും വേണ്ടതെന്ന്. നമ്മൾ ഇനി വേണമെങ്കിൽ ഒരു 50 സബ്ബായി നമ്മൾ ലൈവ് ഇടാൻ തുടങ്ങുന്നതായിരിക്കും. ലൈവിൽ നിങ്ങൾക്ക് കഴിയണ പോലെ ജോയിൻ ചെയ്യുക. പിന്നെ അതിൽ 1K അടിച്ചാൽ എന്തായാലും നമ്മൾ 5 റുപ്യൻ്റെ 10 റുപ്യൻ്റെ റെഡിയും കോഡ് എടുക്കുന്നതായിരിക്കും. 10K അടിച്ചാൽ ഒരു 20 റുപ്യ 50 റുപ്യൻ്റെ ഒക്കെ റെഡിയും കോഡ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ 1K സബ് അടിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നമ്മൾ 5 റുപ്യൻ്റെ മുകളിലുള്ള അത് 5-ൻ്റെതോ അല്ലെങ്കിൽ 10 റുപ്പീസിൻ്റെയോ റെഡിയും കോഡ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. റൂം ഇട്ടിട്ട് അത് ജയിക്കുന്ന ആൾക്ക്. അപ്പം നിങ്ങൾ മാക്സിമം ലൈവിലൊക്കെ ജോയിൻ ചെയ്യുക. ലൈവിൽ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തൊരു 15 മേലെ ആൾക്കാരുണ്ടെങ്കിൽ അപ്പം നമ്മൾ റൂമൊക്കെ ഇട്ട് ഫണ്ണി റൂമൊക്കെ കളിക്കുന്നതായിരിക്കും. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർ ബൈ.